കുട്ടികളിലും മുതിർന്നവരിലും കണ്ടുവരുന്ന തുടക്കയിടയിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ അഥവാ വട്ടച്ചൊറി എന്നൊക്കെ പറയാറുണ്ട്. ടീനിയ ക്രൂറിസ് എന്നാണ് ഇതിന്റെ മെഡിക്കൽ ടേം. ഇതിങ്ങനെ വരികയാണെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് വരാണ്ടിരിക്കാനായിട്ട്, കാരണം ഇത് വീട്ടിലൊരാൾക്ക് വരികയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് പകരാനത് വളരെ എളുപ്പമാണ്. അപ്പം ഇങ്ങനെയുള്ള പകർച്ച തടയാനായിട്ടും അല്ലെങ്കിൽ വരികയാണെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കുളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ഡ്രസ്സ് എടുത്ത് അണ്ടർ ഗാർമെന്റ്സ് എടുത്ത് ഇടാണ്ടിരിക്കുക. അവിടെ പ്രൈവറ്റ് ഏരിയ ഒക്കെ പൂർണ്ണമായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ അതുപോലെ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ എടുത്തിടാവുള്ളൂ, അടിവസ്ത്രങ്ങൾ എടുത്തിടാവുള്ളൂ. കാരണം അങ്ങനെ കുറച്ച് നനവുള്ളപ്പം ഡ്രസ്സ് എടുത്തിടുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ മോയ്സ്ചർ ഉണ്ടാകുന്നത് മൂലം തന്നെ ഫംഗൽ ഗ്രോത്തുകൾ നല്ല രീതിയിൽ ഉണ്ടാവുകയും അവിടെ ചൊറിച്ചിൽ ഇങ്ങനെ മാറാണ്ട് നിൽക്കുകയും ചെയ്യും. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട അടിവസ്ത്രങ്ങൾ അലക്കുന്ന രീതിയാണ്. അലക്കി കഴിഞ്ഞ് ഒരു 1-2 തുള്ളി ഡെറ്റോളിലിട്ട് കഴുകിയിട്ട് വെയിലത്തിട്ട് ഉണക്കാനായിട്ട് ശ്രമിക്കുക. വീട്ടിലുള്ളിൽ ഒന്നും ഇട്ട് ഉണക്കാണ്ട് വെയിലത്തിട്ട് ഉണക്കുന്നത് മൂലം ഫംഗൽ ഗ്രോത്ത്, അതിലുണ്ടാകുന്ന ഫംഗസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നശിച്ചു പോകും. അതുപോലെ ഇത് വീട്ടിൽ ഒരാൾക്കെങ്കിലും വന്നാൽ അയാൾ ഉപയോഗിക്കുന്ന സോപ്പും അല്ലെങ്കിൽ തോർത്തൊന്നും വേറൊരാൾ ഉപയോഗിക്കാണ്ടിരിക്കുക. കാരണം അത് വേഗത്തിൽ തന്നെ പടരും. പിന്നെ ഇത് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നഖം, വന്ന ആളുടെ നഖം എപ്പോഴും വെട്ടി സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ആ നഖം നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്ത് ചൊറിഞ്ഞിട്ട് വേഗം അത് പൊട്ടുകയും അത് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് തുടക്കയിടയിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ പൂർണ്ണമായി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും.